വലൈക്കും അസ്സലാം. തുടക്കം തന്നെ പഠിച്ചു. അസ്സലാം വലൈക്കും. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇൻഷാ അല്ലാഹ്. മാറിക്ക്. ഫക്കീർ സുൽത്താനായാലും തെണ്ടല് മറക്കൂലെന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ. അസ്സലാം വലൈക്കും. ബാപ്പാ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതല്ല? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവര മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മൈ ഗോഡ്, മറന്നു. ഇക്കായിക്ക് അറിയില്ല, തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമാ ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. എന്റെ അള്ളൂ, ഈ സമയത്ത് നിസ്കാരമാണ്. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്റെ അള്ളൂ, നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ പകയാ. ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരാക്കി മാറ്റാം. സുന്നത്ത് കഴിഞ്ഞുള്ളൂ കമാലിതിനെ. ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞുമുഹമ്മദേ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. എന്താ മാധവൻ നായരെ? ഓ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പൊന്നാനിന്ന് പുറപ്പെടാൻ താമസ്. ഏതായാലും നമുക്ക് ചടങ്ങിന് തുടങ്ങാം. എന്നാട്ടെ. എന്റെ അള്ളൂ, നീട്ടിയുടെ പെരുന്നാളായിരിക്കും. ചെറിയ കിട്ട് കാണിക്കേ. കല്യാണ വീട്ടിലെ പുയ്യാപ്പള മരണ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ. മയ്യത്തോ? ശവം ശവം. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മൂസുട്ടി. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഉണ്ടാക്കുന്ന ഒരാള് വരണുണ്ടല്ലോ. ആര്? കാലൻ. കാലോ? നോക്ക്, ഇളകി മറിഞ്ഞു വരണ കണ്ട. എന്റെ ഗുരുവായൂരപ്പാ. അല്ലാ, അല്ലാന്ന് വിളിക്കടാ. എന്റെ അള്ളോ. സോറി, മെത്രാനെത്തി. കണ്ണനെന്തേ? കണ്ണനല്ല, കമാലുദ്ദീൻ. എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ? ആ, മാഷ് പറഞ്ഞത് അതിന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായ മതി. കണ്ണാ, കമാലുദ്ദീനെ. എന്താ ഈ സമയത്ത് കാണിക്കണേ? ഈ സമയത്താണ് ഉമ്മ വയ്ക്കുന്നത്. സിസ്റ്റേഴ്സ്, ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. ഞങ്ങളൊന്ന് യൂറിനിലേക്ക് ബാത്റൂം പാസ് ചെയ്യാൻ. അല്ല, അതിൽ കൂടെ കുറച്ച് ലാറ്ററിനും പാസ് ചെയ്യാം. അപ്പൊ 1-നും 2-നും 3-നും പോവാം. വേണമെങ്കിൽ ഒരുമിച്ച് പോവാം. വേണ്ടല്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിക്കണേ. ഒര നിറഞ്ഞേക്കല്ലേ. ടെൻഷൻ കൂടിയതാ. ബഷീർ വന്നില്ലേ? ഇല്ല. കമാലുദ്ദീനെ കണ്ട? ഇല്ല. ഇതെങ്ങനെ പോയത്? വേറെ കമാലുദ്ദീൻ പുയ്യാപ്പിളയുടെ പേരാ. സുലൈമാനി, അങ്ങോട്ട് അവന്റെ ഒരു കച്ചവടം. നിങ്ങൾ നമ്മൾ എവിടൊക്കെ തപ്പി? എന്താ ഇപ്പോഴേ പൊരേന്റെ ഉള്ളില്? അയ്യോ, തറയാ? മണിയറ കാണാൻ കനാലുദ്ദീൻ. ഇപ്പം മണിയറ കാണാൻ പാടില്ലെന്ന് അറിയില്ലേ? എന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ ആ, നിക്കാഹൊന്ന് കയ്യേറ്റ എന്നെ നമ്മൾ അറയിലിട്ട് പൂട്ടും. അവന് മുമ്പ് പൂട്ടാൻ എന്റെ പേടി. എന്താ ഒരു ബെറയില് എലിപ്പനി പിടിച്ച? ഞമ്മക്കൊന്നുമില്ല. നീ പഠിച്ച പിന്നെ വെറുതെ നിൽക്കുമ്പോ ഒരു വിരച്ചിലുണ്ടോന്നൊരു സംശയം. കണ്ടപൂച്ച കൊറേ ആയിങ്ങനെ ഫോളോ ചെയ്യണേ. കമാലുദ്ദീൻ ഇവിടെ നിൽക്കണം. മെത്രാനെത്തി. മെത്രാനാ? തങ്ങള്. പെങ്ങളല്ല, തങ്ങള്. ആ, ചടങ്ങിന് സമയമായി. വാ 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 വാ. ഇനി എനിക്ക് ബാത്റൂമിൽ പോയി കണ്ണാ, കമാലുദ്ദീൻ. കമാലുദ്ദീനെ ആരാ? നിന്റെ അച്ഛനാ. മത്തായിണ്ട്. സുവിശേഷത്തിന് വന്നാണോ? ഇപ്പോഴേ ഇത്ര വെപ്രാളമായാലോ? വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. ആഹാ, രണ്ടുപേരും കൂടിയാണ് ബാത്റൂമിൽ പോയത്. അല്ല, ഒരു വഴിക്ക് പോയപ്പോ ഒരാളും കൂടി ഇരുന്നുള്ളൂ. വന്നോളൂ വന്നോളൂ. അതെ അച്ഛാ, ഈ അല്ലായും കൃഷ്ണനും ക്രിസ്തു എല്ലാം ഒന്നാന്ന് പറഞ്ഞ ശരിയാണോ? ആണെങ്കില് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോവാ. അച്ഛാ, എനിക്കൊരബദ്ധം പറ്റി.
എന്തു പറ്റി? അത് എല്ലാവരും കൊണ്ട് ഇവിടെ നിൽക്കുക. നിക്കാഹിന് സമയമായി. പുതിയ ആപ്പിൾ വന്നാട്ടെ. വരൂ. എന്നെ കൊണ്ടോണു. ഞാൻ ഇവിടെ ഒരാളെ കണ്ട വാ അയ്യോ. برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الامي وعلى اله وصحبه اجمعين. നീ അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല. കൂടെ വന്നതും ഞാനല്ല. എന്താ? എന്തു പറ്റി? അള്ളാഹുവിന്റെ നാമത്തിൽ നടക്കുന്ന പുണ്യകർമ്മമായതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവൻ ഇസ്ലാമല്ല. തങ്ങൾ എന്താണ് ഈ പറയണത്? പൊന്നാനിയിൽ വെച്ച് തങ്ങളല്ലേ ഓനെ മതം മാറ്റിയത്? പൊന്നാനിയിൽ വന്നു എന്ന് നേര് തന്നെ, പക്ഷെ മതം മാറിയിട്ടില്ല. സത്യമാണോ ഞാൻ കേട്ടത്? ആണോ? സത്യാണ്. മൂസൂട്ടി, എന്താ നമ്മൾ ഈ കേൾക്കണത്? ക്ഷമിക്കണം. എന്റെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാ നീ. ഈ കള്ളക്കാഫറിന്റെ കൂടെ കൂടി എന്നെ ചതിച്ചു അല്ലടാ? തങ്ങൾ ഉപദേശിച്ചപ്പോ അള്ളാഹുവിനെ പറ്റിക്കുന്നതിലും ഭേദം ഹാജിക്കയെ പറ്റിക്കുന്നതാന്ന് തോന്നി, അതുകൊണ്ടാ. കൊല്ലും ഞാൻ നിന്നെ. കല്യം കൊല്ലുമൊക്കെ വേണ്ടത് ഇവനെയല്ല, നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി കള്ള പന്നീനെയാണ്. ഈ തറവാട്ട് മുറ്റത്തിന്റെ മയ്യത്ത് നമ്മൾ ഒരു ഇസ്ലാമിന്റെ ചോരയാണ് നമ്മുടെ ശരീരത്തിൽ ഓടണമെങ്കിൽ തല്ലി കൊലരായി. അയ്യോ നമ്മുടെ മോനെ. ഒന്ന് നിർത്താൻ പറയൂ. നിങ്ങളാരും മനുഷ്യരല്ലേ? ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല. ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ട് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഈ അച്ഛൻ മാപ്പി ചോദിക്കുന്നു. തല്ലാനും കൊല്ലാനും അല്ലല്ലോ, സ്നേഹിക്കാനല്ലേ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അവനെ രക്ഷിച്ചൂടെ? നിർത്താനല്ലേ പറഞ്ഞത്? സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതമാണ് ഇസ്ലാം. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ നിഷേധിക്കട്ടെ. ബലപ്രയോഗം വേണ്ട. മതത്തിന് വേണ്ടിയുള്ള മർദ്ദനം കൊലപാതകത്തെക്കാൾ കഠിനമാണെന്ന് ഖുർആനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട്. അതിന് ഖുർആൻ എന്താണെന്ന് അറിയണം. വിശ്വസിക്കാനൊരു മതം, ചൂണ്ടിക്കാണിക്കാനൊരു രക്ഷിതാവ്, പേടിക്കാനൊരു ദൈവം. മനുഷ്യനാരായാലും ഇത്രയൊക്കെ കൂടിയ കഴിയും. ഒരു പുണ്യകർമ്മത്തിന് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. പിടിച്ചോണ്ട് പോയവനെ കൊണ്ടുപോണ്ട. എന്താ നോക്കി നിൽക്കുന്നത്? എല്ലാരും പോണം, പോകാൻ. മോനെ, നീ വിളിച്ചവള് വരുവോ? വരും. എന്നാ വിളിക്ക്, ആണത്തോടെ പോയി വിളിക്ക്. ചെല്ലേ.
വഞ്ചിക്കാനോ ചതിക്കാനോ ആയിരുന്നില്ല, നിന്നെ നേടാനായിരുന്നു എന്റെ എല്ലാ കസർത്തും. മനസ്സുകൊണ്ട് വെറുക്കുന്നില്ലെങ്കിൽ നീ എന്നോടൊപ്പം വരണം. എന്റെ മോളാവള് ഓള് വരില്ല. ചക്കര വർത്താനം പറഞ്ഞ് വീണ്ടും ഓളെ പാട്ടിലാക്കാൻ നോക്കിയാലുണ്ടല്ല, എന്നും എന്നെ രക്ഷിക്കാൻ ഇപ്പൊ പോയ തങ്ങളുണ്ടാവില്ല, ഓർത്തോ. ഒരു നേരത്തെ നിസ്കാരം പോലും ഞാൻ മറന്നിട്ടില്ല, ഒരു നോമ്പ് പോലും മുടക്കിയിട്ടില്ല. ആ മനസ്സുകൊണ്ട് പറയാ, ഞാൻ കൂടി അവനെ കുറ്റക്കാരനാക്കി. വേണ്ട, തട്ടിപ്പറിക്കാൻ പറ്റുന്നല്ലോ മനസ്സ്. ഞാൻ പോയേക്കാം. ഉരുമ്പട്ടോളെ, നമ്മളെ ധിക്കരിച്ച് നീ പോവല്ലേ? പാടി പറയണ്ട, ഓളെ വിട്ടേക്ക്. ഇക്കാ, പൊയ്ക്കോട്ടെ ഓള് പൊയ്ക്കോട്ടെ. അവിടെ നച്ചുമോള് മരിച്ചു, അതുകൊണ്ട് മയ്യത്ത കൊണ്ടുപോയിക്കോട്ടെ.